അപ്പോൾ ഗൈസ് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പാത്രത്തിലാക്കാം മാത്രമേ ഉള്ളൂ. ഗൈസ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും സീഡ്ലെസ് ചാമ്പയാണ്. നല്ല റെഡ് കളറായിട്ടുണ്ട്. കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇത് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഞാൻ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചാമ്പയ്ക്ക പൊട്ടിച്ച് നോക്കി. ഒറ്റ കുരു പോലും നമുക്കിതൊന്ന് കിട്ടാനില്ല കേട്ടോ. കുഴിച്ചിടാൻ നോക്കിയതാണ്. ഇനി നമുക്ക് ചാമ്പയ്ക്കയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. ഇതിൻ്റെ ഈ അറ്റത്തൊരു ചെറിയൊരു ബ്ലാക്ക് കളർ ഉണ്ടാവും, അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇനി ചെറിയ പീസാക്കി മാറ്റുക. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് മൊത്തത്തിലിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാതും നന്നാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ തെള്ളി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഉപ്പും നന്നാക്കി ഇതിൽ പിടിക്കുക. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇനി നമ്മളിതൊന്ന് അടച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തുണ്ടം വെളുത്തുള്ളി കേട്ടോ, അതായത് ഒരു വെളുത്തുള്ളിൻ്റെ മൊത്തത്തിൽ, പിന്നെ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. വെളുത്തുള്ളി വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. ഓക്കെ, അപ്പോഴേക്ക് നമ്മുടെ ചാമ്പയ്ക്ക ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് എല്ലാം കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാനാണ് ഇട്ട് അടുപ്പത്ത് വെച്ചത്. ഇനി പാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഒരു കപ്പ് എണ്ണ ആഡ് ചെയ്യാം കേട്ടോ. അത് നല്ലെണ്ണയാണ്. ഇപ്പോൾ ഞാൻ 1 കപ്പ് എണ്ണ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് മൊത്തത്തിൽ ഒരു 1.5 കപ്പ് എണ്ണ വേണം. ഞാൻ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ മൊത്തത്തിൽ ഞാൻ ഇതിലിട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്കിത് പച്ചമണം പോകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് മുളക് പൊടി ഇടേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചാമ്പയ്ക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. മുളകെല്ലാം എല്ലാ സ്ഥലത്തും ആകുന്ന രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇളക്കിയെടുക്കുന്നത്. അങ്ങനെ നന്നാക്കി ഞാനൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കായപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതാ അടുപ്പത്ത് നിന്ന് നല്ല ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഞാൻ ഒരൊറ്റ ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രം ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഇനി ഇതിൽ ഓവർ പുളി വേണമെന്നുള്ളവർക്ക് ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓൾറെഡി വെള്ളം ഇതിലിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ചാമ്പയ്ക്കെന്നുള്ള. ഓക്കെ, നന്നാക്കി ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും വെള്ളം കണ്ടില്ല, ഇതിൽ നിന്ന് ഇറങ്ങി വന്നതാണ്.
ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് ചൂടായ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ചൂടാക്കിയ എണ്ണയാണ്, ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളി ചാമ്പയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇന്നിട്ടാൽ നാളെ തന്നെ കൂട്ടാം കേട്ടോ. അപ്പോൾ ചാമ്പയ്ക്കൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.